മുഹമ്മദ് റഫീഖിനെ അടിച്ചു കൊന്ന് തല്ലിക്കൊന്ന് ഇതിനകത്ത് കൊണ്ടിട്ടത്. 13 വർഷമായി ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല, മുട്ടാത്ത വാതിലുകളും. പാലക്കാട് സ്വദേശി കോമ്പ്രാച്ചള്ളയിൽ മുഹമ്മദ് റഫീഖാണ് ദുരൂഹ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ വെച്ച് മരണപ്പെട്ടത്. എന്നാൽ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലുള്ള വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ പാലക്കാട് കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം ആരോപിക്കുന്നത് ഇങ്ങനെ. ഒരു 13 വർഷത്തോളം മുന്നേ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ തമിഴ്നാട്ടിൽ അത് കൊലപാതകം തമിഴ്നാട്ടിലാണ്, കൊല ചെയ്തത് കേരളത്തിലാണെങ്കിലും ഈ ബോഡി ശരീരം കൊണ്ടിട്ടത് തമിഴ്നാട് ബോർഡറായതിനാൽ അവിടുന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഈ കുടുംബത്തെ കുറേ കാലമായി ഏകദേശം കുറേ കാലം വച്ചുകൊണ്ട് 10-12 വർഷമായി തമിഴ്നാട് പോലീസ് ഇവരെ വെറുതെ ചുമ്മാ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പാലക്കാട് കളക്ടറേക്ക് നിവേദനം കൊടുക്കാൻ വന്നിരിക്കുക. എൻ്റെ കൂടുതൽ സാമൂഹ്യ പ്രവർത്തനം പൊതുപ്രവർത്തനം ശ്രീ നിജാമുദ്ദീനാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. നമസ്കാരം, എന്ത് പറയാമെന്ന് പറഞ്ഞു. നമസ്കാരം. അതായത് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് മുതലമട കാമ്പ്രതച്ചുള്ള മുഹമ്മദ് റഫീഖിൻ്റെ ഭാര്യയും കുട്ടികളും കുടുംബക്കാരുമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷമീന പറഞ്ഞ കുട്ടിയുടെ ഭർത്താവ് മുഹമ്മദ് റഫീഖ് 2011 ഡിസംബർ 6 തീയതി വേലന്താവളത്ത് കേരള തമിഴ്നാട് ബോർഡറിൽ അതിർത്തിയിലെ ഒരു പച്ചക്കറി മാർക്കറ്റിൽ വെച്ച് അതിഭീകരമായി ക്രൂരമായി മർദ്ദനമേറ്റ് കൊല്ലപ്പെടുകയുണ്ടായി. അത് ആരും കാണുകയോ അറിയുകയോ ചെയ്യാതെ സാക്ഷികളില്ലാത്തതിനാൽ അത് കേസ് തേച്ച് മാച്ച് കളഞ്ഞു. അത് അങ്ങനെ ഒതുങ്ങിപ്പോയി. പക്ഷേ അത് നടന്ന സംഭവം എന്ന് വെച്ചാൽ, കേരളത്തിൽ അടിച്ച് കൊന്നത് ബോഡീനെ റഫീഖിൻ്റെ മൃതദേഹം തമിഴ്നാട്ടിലേക്ക് ആ പുഴപ്പാലത്തിന് അപ്പുറത്തുള്ള വേറൊരു തെങ്ങിൻ തോട്ടത്തിൽ കൊണ്ടിട്ട് അവർ കേസ് ഒതുക്കി തീർക്കുകയും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളറിഞ്ഞ് പോയി ചെന്നപ്പോൾ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ഭീഷണിയും ഒപ്പിട്ട് തന്ന കേസില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് അതിൻ്റെ പിറകിൽ ഞങ്ങളിങ്ങനെ കുറേ കാലം നടക്കുകയും നീതി കിട്ടാതെ വരികയും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം പലതും നമ്മൾ നേടാൻ വേണ്ടി ഓടി നടക്കുകയൊക്കെ ചെയ്ത ഒരു ഘട്ടത്തിൽ മുഹമ്മദ് റഫീഖിൻ്റെ ഡെത്ത് റിപ്പോർട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. മരണം രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേ കാലം അത് വൈകിപ്പോയി. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാതെ, അതെ, മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഷമീന പറഞ്ഞ ആ കുട്ടിക്ക് വിധവാ പെൻഷനോ, കേരളത്തിലാണ് അവർ താമസം, കേരളത്തിൽ വിധവാ പെൻഷൻ കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഭർത്താവിൻ്റെ മരണപ്പെട്ട സർട്ടിഫിക്കറ്റ് വേണം. മക്കൾക്ക് സ്കൂളിൽ അഡ്മിഷൻ, അതുപോലെയുള്ള ഗ്രാൻഡ്, മറ്റ് ആനുകൂല്യങ്ങൾ, ലൈഫ് പദ്ധതിയിൽ വീട്, മറ്റ് പല സർക്കാർ സഹായം കിട്ടണമെങ്കിൽ ഇവർക്ക് ഈ മരണ സർട്ടിഫിക്കറ്റ് വേണം. അത് കിട്ടാതെ 12-13 കൊല്ലമായിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അത് ഒരു തവണ ഇവരുടെ കുടുംബക്കാരനെ റഫീഖിൻ്റെ വാപ്പ ശ്രമിച്ച് ഇസ്മായിൽ ഒരുപാട് തവണ പോയി. മധുക്കരയിലുള്ള തഹസിൽദാർ ഓഫീസ്, പിച്ചനൂരിലുള്ള വില്ലേജ് ഓഫീസ്, പിന്നെ കോയമ്പത്തൂർ RDO കളക്ടറേറ്റ്, അവിടെ ഇവിടെയൊക്കെ നടന്നു. പക്ഷേ ഒരുപാട് പൈസ ചെലവഴിച്ചു. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൊള്ളയാണ് ചെയ്യുന്നത്. കൈക്കൂലി ഇല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല. തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഓഫീസിൽ കൈക്കൂലി വാങ്ങാതെ ഒരു ഫയലും തൊടില്ല, ഒരു അപേക്ഷ പോലും വാങ്ങുന്നില്ല, മൈൻഡ് ചെയ്യണില്ല. മലയാളികളെന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥ. പുല്ലുവിലയാണ് കണക്കാക്കിയിട്ട് നമ്മളങ്ങോട്ട് കടക്കാനും വിടുന്നില്ല, ഉള്ളിൽ കയറാൻ വിടുന്നില്ല, തഹസിൽദാരെ കാണാൻ വിടുന്നില്ല, കളക്ടറെ നേരിട്ട് കാണാൻ വിടുന്നില്ല. പല ബുദ്ധിമുട്ടും അനുഭവിച്ചപ്പോൾ ഞങ്ങൾ 3-4 മാസം ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നു അടുത്തപ്പോഴാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, പാലക്കാട് ജില്ലാ കളക്ടറെ കണ്ട് സങ്കടം ബോധിപ്പിക്കാനും ഒരു നിവേദനമായി കൊടുത്ത് ഇത് കോയമ്പത്തൂർ കളക്ടറുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഷമീന അവർക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പാലക്കാട് കളക്ടറെ കാണാൻ വന്നതാണ്. അപ്പോൾ ഈ അപേക്ഷയും ഇത് ബന്ധപ്പെട്ട FIR, ഡെത്ത് അതുമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മറ്റ് ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. ഇത് സമർപ്പിക്കുവാൻ വേണ്ടി കളക്ടറെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഭർത്താവിന് പറഞ്ഞോളൂ. 5 കൊല്ലമായിട്ട് കിട്ടിയിട്ടില്ല, 13 കൊല്ലം കിട്ടിയിട്ടില്ല. അതുവരെ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തും ഭീഷണി കാര്യം ഉണ്ടായി അല്ലേ? അപ്പോൾ പാലക്കാട് അത് ബന്ധപ്പെട്ട് പാലക്കാട് കളക്ടറിനെ കാണാൻ വന്നിരിക്കുകയാണ്, നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ഷമീനയുടെ ഭാര്യയുടെ സഹോദരനുണ്ട്. എന്താ തങ്ങളുടെ പേര്? അമീറാണ്. എന്താ പറയാനുള്ളത്? കൊല്ലങ്കോട് കാമ്പർച്ചാള ഇസ്മയിൽ എന്ന ആളുടെ മകൻ 2005 ഷമീന എന്നാൾ വിവാഹം ചെയ്ത് കല്യാണം കഴിച്ചു കൊടുത്ത ശേഷം 2011
ഡിസംബർ 6-ാം തീയതിയാണ് ഒരു കേരളത്തിനകത്ത് വെച്ച് വേലന്തോളം മാർക്കറ്റിൽ വെച്ച് കൊലപാതകം നടന്നത്. ആ കൊലപാതകം നടന്ന ശേഷം അവർ ബോഡി തമിഴ്നാട് അതിർത്തിയുള്ള കിച്ചനൂർ പഞ്ചായത്ത് അതിർത്തിയിലുള്ള ഒരു കൗണ്ടൻ്റെ തൊടിയിലേക്കാണ് ബോഡി കിണറ്റിലാണ് ഇട്ടത്. കിണറ്റിലിട്ട ബോഡി അവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കോയമ്പത്തൂരുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ഒന്നും ചെയ്യാതെ ഹൈവേ റോഡ് ഞങ്ങൾ ഉപരോധം ചെയ്തു. ഉപരോധം ചെയ്തപ്പോഴാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സാറ്, ഷാഫി പറമ്പിൽ എന്നിവർ അതിലിടപെട്ട് ബോഡി കോയമ്പത്തൂർക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് പോലീസ് സന്ദേഹത്തിൽ ഞങ്ങൾക്ക് വിട്ടുതരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഞങ്ങൾ പല ഓഫീസുകളും കോയമ്പത്തൂർ, തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ പോയി, അതുപോലെ തന്നെ വില്ലേജിൽ പോയി, പഞ്ചായത്തിൽ പോയി, എവിടെ പോയിട്ടും കേരളത്തിനകത്ത് പെട്ട മലയാളികൾക്ക് ഒരു നീതിയും കിട്ടാൻ വഴിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത്. ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നീതി കിട്ടുന്ന ഒരു വിശ്വാസം നമുക്കുണ്ട്. ഇപ്പോൾ കളക്ടറെ കാണുകൊണ്ട് നമുക്കൊരു നീതി കിട്ടുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ മധുക്കര തഹസിൽദാറിൻ്റെ പരിധിയിൽ വരുന്ന പിച്ചനൂർ വില്ലേജിൽ നിന്നും മരണ സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ വേണ്ടി 12-13 വർഷമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കുടുംബമാണ്. ഇവർക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തമിഴ്നാട് പോകാതെ ഇനി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവർ ഇടപെടാമെന്ന് ഏറ്റിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർ മാഡം കോയമ്പത്തൂർ കളക്ടറെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് മേടിച്ചു തരാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളിതിൻ്റെ അപേക്ഷയും ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൽ FIR കോപ്പി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആധാർ കാർഡ് കോപ്പി, ഷെമീനയുടെ ഡീറ്റെയിൽസ്, അതുപോലെ മരണപ്പെട്ട റഫീഖിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ റെക്കോർഡുമായിട്ട് കളക്ടർ പറഞ്ഞ പ്രകാരം ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞ പ്രകാരം ഈ കവിതാ മേഡത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ട് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നും ഈ ഷമീനയ്ക്ക് സർക്കാരിൽ നിന്ന് ലൈഫ് പദ്ധതി പ്രകാരം വീടും സ്ഥലവുമില്ലാത്ത ഒരു നിർധന കുടുംബമാണ്. 2 പെൺകുട്ടികളാണ്. അവർക്ക് കൂടെ ഒരു സഹായകരമായിട്ട് സർക്കാരിൽ നിന്ന് വിദ്യാഭ്യാസം ഗ്രാൻഡോ മറ്റ് സഹായങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ശ്രമം ഞങ്ങൾ നടത്തി വരുന്നത്. ഇത് നടക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർ നല്ല രീതിയിൽ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും കേട്ട് മനസ്സിലാക്കി ഞങ്ങളുടെ സങ്കടമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം, ഈ സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കി തരാം, വാങ്ങിത്തരാം എന്ന് ഏറ്റിട്ടുണ്ട്. ഈ കാണുന്ന കിണറിലാണ് പാലക്കാട് ജില്ല മുതവള പഞ്ചായത്തിലെ കാമ്പ്രത്തുള്ള പഴയപാതയിലെ KM ഇസ്മായിലിൻ്റെ മകൻ മുഹമ്മദ് റഫീഖിനെ അടിച്ചു കൊന്ന് തല്ലിക്കൊന്ന് ഇതിനകത്ത് കൊണ്ടിട്ടത്. ഈ സ്ഥലത്ത് നിന്നാണ് റഫീഖിൻ്റെ ബോഡി കണ്ടെത്തിയത്. ഒരു 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട ഒരു ഡ്രൈവറിനെ, സാധു കുടുംബത്തിലെ ഒരു അംഗത്തിന് 2 പെൺകുട്ടികളും ഭാര്യയുള്ളപ്പോൾ അടിച്ചു കൊന്ന് ആ കുടുംബത്തിനെ അനാഥയാക്കിക്കൊണ്ട് ചില ആളുകൾ ചെയ്ത ക്രൂരമായ നടപടിയായിരുന്നു 2011 ഡിസംബർ 6. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 13 വർഷത്തിന് ശേഷം ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി തമിഴ്നാട്ടിലെ തഹസിൽദാർ ഓഫീസും, അതുപോലെ തന്നെ മധുക്കരയിലെ തഹസിൽദാർ ഓഫീസ്, അതുപോലെ പിച്ചനൂരിലെ വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ കയറിയാണ് ഇതുവരെ ഞങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുവാനോ അത് വാങ്ങിയെടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഞങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ റഫീഖിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അഡ്വക്കേറ്റ് മുഖേന വാങ്ങിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ് ഇന്ന് ഇവിടെ 9-ാം തീയതി മെയ് മാസം ഈ കിണർ സന്ദർശിക്കുകയും ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും റഫീഖിനെ അടിച്ച് തല്ലിക്കൊന്നിട്ട ഈ കിണർ ഞങ്ങൾ കാണുകയും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും നീതി കിട്ടുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുവരെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ വിധവ പെൻഷൻ പോലുള്ള മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നും കുടുംബം പറഞ്ഞു. പാലക്കാട് കളക്ടറുടെ ഇടപെടൽ തന്റെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം.